ഇന്നത്തെ സ്റ്റേ ഇവിടെയാണ് കേട്ടോ. ഇതെൻ്റെ സ്വന്തം വീടാണ്. ഇവിടെ എന്നെ കാത്തിരിക്കാൻ കുറേ ആൾക്കാരുണ്ട്. അതിലാദ്യത്തേത് ഇവളാണ്. ഇതാണ് എൻ്റെ അമ്മ. അമ്മ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ ഫുൾ ടൈം അമ്മയും പാപ്പും ഒരുമിച്ചാണ്. പിന്നെ എന്നെക്കാട്ടിലും കൂടുതൽ സ്ഥലം ഇവൾക്കാണ് ഈ വീട്ടിൽ. അടുത്തിനി കാണിക്കാൻ പോകുന്നത് എൻ്റെ സ്വന്തം അച്ഛനെയാണ്. അച്ഛൻ ചെറിയൊരു ഗായകനാണ്. ഇനി അച്ഛൻ്റെ പാട്ടൊന്ന് കേട്ടോക്കാം. പാട്ടെങ്ങനെ ഉണ്ടായിരുന്നു? അഭിപ്രായം പറയാൻ മറക്കല്ലോ കേട്ടോ. അങ്ങനെ വീട്ടിൽ വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ പ്ലാനുകളും കൊണ്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഇന്നത്തെ പ്ലാൻ മുടി ഒന്ന് സെറ്റാക്കുക. മുടി സെറ്റാക്കി നേരെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ കടയിലോട്ട് ഇറങ്ങി. അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ്റെ കയ്യിലൊരു പൊതി ഉണ്ടായിരുന്നു, നല്ല പൊറോട്ടയും ബീഫും. പാപ്പുന് ഈ മണം കേട്ട് സഹിക്കാൻ വയ്യാതെ എൻ്റെ പുറകെ തന്നെ കൂടിയിട്ടുണ്ട്. വീട്ടിലേക്ക് എത്തിയ ഈ ഒരു വരവ് വളരെ പെട്ടെന്നാണ് കഴിഞ്ഞു പോയത്. ഇന്ന് ഞാൻ വീട്ടിലോട്ട് തിരിച്ചു പോകുന്ന ദിവസമാണ്, ചേട്ടൻ്റെ വീട്ടിലോട്ട്. പാപ്പുവിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ പിണക്കം അഭിനയിച്ച് കിടക്കുകയാണ്. അങ്ങനെ വീട്ടുകാരോടും പാപ്പുവിനോട് യാത്ര പറഞ്ഞ് വണ്ടി നേരെ വിട്ടത് ഒരു ഹെൽമെറ്റ് കടയിലേക്കാണ്. കുറേ നാളായി വണ്ടി എടുത്തെങ്കിലും ഹെൽമെറ്റ് മനസ്സിന് ഇഷ്ടപ്പെട്ട് കിട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ വീട്ടിൽ വന്നപ്പോഴാണ് ആ സത്യം മനസ്സിലാക്കുന്നത്, വണ്ടിയും ഹെൽമെറ്റുമായി യാതൊരുവിധ ബന്ധവും ഇല്ല എന്നുള്ളത്. ഇനിയൊരു ചായ ആവാം അല്ലേ? 2 ദിവസം നാട്ടിലില്ലാതെ ഓഫീസ് മീറ്റിംഗ് കഴിഞ്ഞ് ആശാൻ എത്തിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു പോക്ക് കൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയത്. അങ്ങനെ വന്ന പാടെ തന്നെ ചായ കുടിക്കാനായി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ചായയായി, പിന്നെ വടയായി, പിന്നെ ഒരു ചായ വൈബ് തന്നെയായി മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാ, വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പം അത്രേ ഉള്ളൂ.